നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തി ശശി തരൂർ എംപിയുടെ അപ്രതീക്ഷിത റൂട്ട് മാറ്റം. നേരത്തെ നിശ്ചയിച്ചിരുന്ന കേരള സന്ദർശനം റദ്ദാക്കി അദ്ദേഹം ദുബായിൽ നിന്ന് നേരിട്ട് ഡൽഹിയിലേക്ക് പറക്കും. ഇതോടെ നാളത്തെ KPCC നേതൃത്വത്തിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പായി. രാഹുൽ ഗാന്ധിയും കാണില്ല. അതിനിടെ തരൂരിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ പ്രമുഖ വ്യവസായിയുമായി തരൂർ നടത്തിയ ചർച്ചകൾ അങ്ങേയറ്റം ശുഭകരമായിരുന്നുവെന്നാണ് വിവരം. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പുതിയൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ തരൂർ തേടുമെന്നാണ് സൂചന. ശശി തരൂർ കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന വാർത്തകൾ ഇടതുപക്ഷ ക്യാമ്പിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുതിയ പാർട്ടി ഉണ്ടാക്കി ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ തരൂർ തയ്യാറായേക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM നേതൃത്വത്തിന്റെയും പ്രതീക്ഷ. ആഗോളതലത്തിൽ പ്രതിച്ഛായുള്ള തരൂരിനെ മുന്നണിയിലെത്തിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകുമെന്ന് മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നു. മധ്യവർഗ വോട്ടുകളും വിദേശ മലയാളികളുടെ പിന്തുണയും തരൂരിലൂടെ LDFിലേക്ക് എത്തിക്കാമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. തരൂർ വന്നാൽ കളി മാറും. യുവാക്കൾക്കിടയിലും നായകൃസ്ത്യൻ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റിയാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് തളരുമെന്നും ഇടതുപക്ഷം കരുതുന്നു. തരൂർ LDFിനൊപ്പം ചേരുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്താൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഇടതുപക്ഷത്തിനെതിരെ കടുത്ത നിലപാടെടുക്കാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ നീക്കവും ഇതിനു പിന്നിലുണ്ട്. ദുബായിൽ നടന്ന രഹസ്യ ചർച്ചകളിൽ പ്രവാസി വ്യവസായി മുഖേന മുഖ്യമന്ത്രിയുടെ ദൂതൻ തരൂരിന് 15 സീറ്റുകൾ വരെ വാഗ്ദാനം ചെയ്തതായിട്ടാണ് വിവരം. ധർമ്മടത്ത് ഷാഫി മത്സരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് തരൂരിനെ ഫോണിൽ പിണറായിയുടെ ദൂതൻ ബന്ധപ്പെട്ടതും. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ശശി തരൂർ തന്റെ രാഷ്ട്രീയ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന സൂചന. തരൂർ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അദ്ദേഹത്തെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണക്കൂട്ടൽ. കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി തന്നെ അവഗണിച്ചതിലുള്ള അതൃപ്തി തരൂർ ക്യാമ്പിലുണ്ട്. പദവികളില്ലെങ്കിലും ജനമനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്ന തരൂർ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന സൂചനയാണ് നൽകുന്നത്. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് LDFിന്റെ സ്വതന്ത്ര സഹയാത്രികനാകാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തരൂർ ഇനിയും പരസ്യമായി നിലപാട് പറഞ്ഞിട്ടുമില്ല. അതിനിടെ തരൂർ CPM ചർച്ച ചെയ്യുന്ന പ്രചാരണങ്ങളെ തള്ളുകയാണ് CPM. ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ളത് സാങ്കല്പികമായ ചോദ്യങ്ങളെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അതേസമയം CPMലേക്ക് എന്ന അഭ്യൂഹം ശശി തരൂർ തന്നെ തള്ളിയിട്ടുണ്ടെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. തരൂരിനെ പോലെയുള്ള നേതാവ് മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് ആരും കരുതുന്നില്ലെന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. തരൂർ CPM ചർച്ചകൾ എന്ന അഭ്യൂഹങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് K മുരളീധരൻ രംഗത്ത് വന്നത്. കോൺഗ്രസിൽ തരൂരിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമെന്നും എന്നാൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് തരൂരിനെ പോലെയുള്ള നേതാവ് പോകില്ലെന്നുമാണ് K മുരളീധരൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി തരൂരുമായി സംസാരിച്ച് അതൃപ്തി പരിഹരിക്കുമെന്ന സൂചനയാണ് K മുരളീധരന്റെ വാക്കുകളിൽ ഉള്ളത്. കോൺഗ്രസ് പാർട്ടിയിൽ തരൂരിന് ചില അസംതൃപ്തികൾ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നതിൽ തരൂരിന് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയുടെ തെറ്റല്ലെന്നും രാഹുലിന് നൽകിയ ലിസ്റ്റ് അദ്ദേഹം വായിക്കുക മാത്രമാണ് ചെയ്തതെന്നും തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് മുരളീധരൻ വിശദീകരിക്കുന്നത്. ഈ വിഷയത്തിലെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് തരൂരുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കുമെന്നാണ് കരുതുന്നതെന്നായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്.